ജിദ്ദയിൽ നിന്നും അൽബഹയിലേക്കുള്ള ഒരു ട്രിപ്പായിരുന്നു. ട്രിപ്പ് ഓർഗനൈസ് ചെയ്തിരുന്നത് MC ഫുഡ് ബ്ലോഗ്സ് ആണ്. നമ്മൾ മൗസി അവിൽ മിൽക്ക്, ഷർഫിയിലുള്ള മൗസി അവിൽ മിൽക്കിൻ്റെ മുന്നിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. ട്രിപ്പ് തുടങ്ങിയത് മുതൽ തന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇറങ്ങിയതാണ്. ഫാമിലിക്കും ബാച്ചിലേഴ്സിനൊക്കെ ഒപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയ ട്രിപ്പാണിത്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആഘോഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ജോയിൻ ചെയ്യേണ്ട ഒരു ട്രിപ്പാണ് MC വ്ളോഗ്സ് നടത്തുന്ന ഈ ഒരു ട്രിപ്പ്. അൽബഹയിലുള്ള ഈ കെർവ് റോഡിലുള്ളൊരു യാത്രാ എക്സ്പീരിയൻസ് ഒരു അടിപൊളി തന്നെയായിരുന്നു. നല്ല ഉയരത്തിലുള്ള ഈ ഒരു യാത്ര അടിപൊളിയാണ്. അതുപോലെ ഫസ്റ്റ് നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുള്ളത് മാർബിൾ വില്ലേജിലാണ്. ഏകദേശം 400 വർഷത്തോളം പഴക്കമുള്ള യുനെസ്കോയിലൊക്കെ ഇടം നേടിയിട്ടുള്ള ഈ പാറയുടെ മുകളിൽ തീർത്തിട്ടുള്ള ഈ മാർബിൾ വില്ലേജ് അൽബഹയിൽ വരുന്നവരെന്തായാലും ഒരു തവണയെങ്കിലും കാണേണ്ട സംഭവമാണ്. യാത്രയിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല ടേസ്റ്റോടുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് പ്രിൻസ് ഓഫ് സാം പാർക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഇവിടുത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ താഴോട്ട് നല്ല താഴ്ചയിലുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വുഡൻ ബ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പാറകൾക്കിടയിൽ നല്ല ഉയരത്തിലാണ് അത് കിടക്കുന്നത്. നെക്സ്റ്റ് പോയത് റഗ്ദാൻ പാർക്കിലാണ്. അപ്പോൾ പാർക്കിൽ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്ന് രാത്രികാല അൽബഹ ചുരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്.